അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നതേ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാം. ലഞ്ച് ബോക്സിലൊക്കെ നല്ലൊരു ഐറ്റമാണ് മുട്ട പൊട്ടിച്ചൊഴിച്ചത്. സവോളയും തക്കാളിയും കുറച്ച് ഒരു രണ്ട് മുട്ടയും അതുപോലെ പിന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മാത്രം മതി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. അത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, മോള് കൊണ്ടുപോയത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് ചൂടാവുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് സവോളയും പച്ചമുളകാണ്. എരിവിന് നമ്മൾ പച്ചമുളകാണ് കേട്ടോ യൂസ് ചെയ്ത്. മറ്റേ റെഡ് കളറുള്ള പൊടി ഉണ്ടല്ലോ, മുളക് പൊടി, അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യണ സമയം മതി. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കണേ. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇടുന്നില്ല. മല്ലിപ്പൊടി, വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ. ആ മഞ്ഞളുടെ ആ പച്ചമണം മാറുമ്പോൾ നമ്മൾ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് ചേർത്ത് കൊടുക്കണേ കേട്ടോ. ചെറുതായി എരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. അത് ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 3 ഇടത്തരം സവോളയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ആവശ്യത്തിന് 2 എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഒരെണ്ണം എടുത്തിരിക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. ആ സമയത്ത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതെ ആ തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അപ്പം തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ച കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഐറ്റം കേട്ടോ അത്. കാരണം ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ മോളൊക്കെ നല്ല ഇഷ്ടമായി. ഇത് മോൾക്കും നല്ല ഇഷ്ടമായി. മോൾ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചേ, ഞാൻ ചോറിൻ്റെ കൂടെയും. എന്തായാലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.